എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചെമ്മീൻ ബിരിയാണിയാണ്. നല്ല മണവും രുചിയുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ ബിരിയാണിയാണ്. ഈ ഒരു സെയിം രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പ്രോൺസ് ബിരിയാണി വെക്കുന്നവർക്ക് പോലും അത്രയും സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചെമ്മീൻ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെമ്മീനാണ്. ഞാനിപ്പോൾ ഇവിടെ 900 ഗ്രാം അളവിൽ ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 900 ഗ്രാം എന്ന് പറയുമ്പം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള അളവാണ് കേട്ടോ 900 ഗ്രാം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി അതിനൊരു വെള്ളമൊക്കെ പോയിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അരമണിക്കൂറിന് ശേഷം ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു പ്രോൺസ് ബിരിയാണി നമ്മൾ വെളിച്ചെണ്ണയിലും നെയ്യിലുമാണ് ചെയ്തിട്ടെടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതിനെക്കാട്ടിലും രുചിയെ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടെടുക്കുമ്പോഴാണ്. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യുകയും ചെയ്യരുത്. കറക്റ്റ് പാകത്തിന് നന്നായിട്ട് വെന്ത് കിട്ടണം. പക്ഷെ ഒരുപാട് സമയം നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ ആ ഒരു ചെമ്മീൻ്റെ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് പോകും, കുറച്ചൊരു കട്ടി പോലെയാവും. അപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുന്ന രീതിയിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് ഒരു 1-2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ചെമ്മീൻ. അപ്പോൾ ചെമ്മീൻ എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് എടുത്ത ഈ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്. ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ആ ഒരു മസാലയ്ക്ക്. ഒരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ ഞാനൊന്ന് കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. ആ ഒരു സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഇളക്കി എടുക്കുന്ന സമയത്ത് ഓയിൽ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മാക്സിമം നന്നായിട്ട് നമ്മൾ ഈ ഒരു സവാളയിൽ നിന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. മാക്സിമം നന്നായിട്ട് ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 6 പച്ചമുളകും അതുപോലെ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചിയും കൂടെ ഇതുപോലെ ഞാനൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചച്ചൊവ പൂർണ്ണമായി മാറി വന്നതിന് ശേഷം ഇതൊരു 2 മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. നല്ല പഴുത്ത തക്കാളി തന്നെ വേണം നമ്മളിതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു കിട്ടണം. അതിനായിട്ട് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് തക്കാളി ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും തക്കാളി നന്നായിട്ട് ഇതുപോലെ ഒന്ന് അവിഞ്ഞ് കിട്ടും. വീണ്ടും നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചിട്ടെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് ഇതുപോലെ പൂർണ്ണമായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാലയാണ്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയും പൊടികൾ മാത്രം മതി. ഈ ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത കട്ട തൈരാണ്. ഇതുപോലത്തെ 4 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതൊരു 1/2 കപ്പ് അളവിൽ പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തതും 3/4 കപ്പ് അളവിൽ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതുമാണ്. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ലാസ്റ്റ് ദം ചെയ്യുന്ന ഒരു സമയത്ത് ഇട്ട് കൊടുക്കാൻ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ടും തന്നെ ആ ഒരു പുതിനയിലയും മല്ലിയിലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് പതിയെ ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ചെമ്മീനും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെന്തതാണ്.
എന്നാലും ആ ഒരു ചെമ്മീനിൽ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ഇതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3.5 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ കൈമ റൈസ് ഇല്ലേ, അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ കറക്റ്റ് 3.5 കപ്പ് അളവിൽ അരിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അരി നമ്മളൊരു 3-4 തവണ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഏകദേശം ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് കുതിരാൻ വെക്കണം. മാക്സിമം ഒരു 5-10 മിനിറ്റ് മാത്രം കുതിരാൻ വെച്ചാൽ മതി. അതിൽ ഒരുപാട് സമയം ഈ ഒരു അരി കുതിരാൻ വെക്കണ്ട. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള തീരെ കനം കുറഞ്ഞ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ആ ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ കുറച്ച് സമയം നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സവാള നമുക്ക് ഈ ഒരു പരുവത്തിനൊന്ന് ഫ്രൈ ആയിട്ട് വരും. ഇതുപോലെ ഈ ഒരു കളറായിട്ട് വന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് വെതറിയിട്ട് കൊടുക്കുക. കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ട് വന്നോളൂ. അത് ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു 50 ഗ്രാം അളവിൽ കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഒരു 40 ഗ്രാം അളവിൽ ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്തുനിന്ന് കോരി മാറ്റിയേക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തത് ദമ്മിടുന്ന സമയത്ത് ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. ഇതൊരു 6 ഏലക്കായാണ്, ഒരു 5-6 ഗ്രാമ്പു, ഒരു 10ഓളം കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള ഒരു 2-3 കറുവപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരു 2 ബേ ലീവ്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ തിരിച്ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് നീളത്തിൽ. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ ഒരു പകുതി മാത്രം മതി. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. സവാള നമുക്ക് ഇതുപോലെ അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന അരിയെ ഞാൻ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് കുതിർത്തി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു 5-10 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി ഒരു അരിപ്പയിലേക്ക് ഊറ്റിക്കളഞ്ഞ് ആ ഒരു വെള്ളമെല്ലാം ഫുള്ള് കളഞ്ഞെടുത്തിരിക്കുന്ന അരിയാണ്. ആ ഒരു അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് നമ്മൾ ഈ ഒരു അരി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ആയിട്ടല്ല, ഈ ഒരു നെയ്ക്കകത്ത് കിടന്ന് ഈ ഒരു അരി നമുക്കൊന്ന് ചൂടായിട്ട് കിട്ടണം. അങ്ങനെ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു അരിയുടെ നല്ലൊരു മണം വരും. ഒരുപാട് സമയത്ത് നമ്മളിത് ഇളക്കരുത്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിളച്ച് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഒരു വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഉപ്പ് കൂടി പോകരുത്, ഒരു സ്വല്പം ഉപ്പ് ആ ഒരു വെള്ളത്തിൽ നിന്ന് മുന്നിട്ട് നിൽക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിന് നല്ല ചൂടില്ലെങ്കിൽ നമ്മൾ അരി വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് കിടക്കുന്ന വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു അരി നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 3.5 കപ്പ് അളവിൽ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. അങ്ങനെയാകുമ്പോൾ ഒരു 5.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ കൂട്ടി കറക്റ്റ് ഒരു 5.5 കപ്പ് അളവിൽ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3.5 കപ്പ് അരിക്ക് നമ്മൾ അരി അളന്നിട്ടെടുത്ത ഒരു സെയിം കപ്പിൽ തന്നെ 5.5 കപ്പ് അളവിൽ വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കയറി വരുന്ന സമയത്ത് നമ്മളൊരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കണം. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് ഏകദേശം ഒരു 8-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു ചോറങ്ങ് കട്ട കെട്ടാതിരിക്കാനും അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ചോറ് എനിക്ക് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് ആ ഒരു പാകത്തിന് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോറിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പായിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ നമ്മളിത് ദമ്മിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ആദ്യം നമ്മൾ ആ ഒരു ഫ്രൈഡ് ഓനിയൻ ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കാഷ്നട്ട് ഉണക്കമുന്തിരി ഫ്രൈ ചെയ്തതും കൂടെ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ചോറ് ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് 2 ലെയറായിട്ട് വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാം. ആ ഒരു അരി ഫുള്ള് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് വീണ്ടും ഒരു സവാള ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഫ്രൈ ചെയ്തതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് കൊടുക്കാം. കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒന്ന്
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു ചോറിൻ്റെ ഇടയ്ക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ ഇത്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മല്ലിയിലയും പുതിനയിലയും കുറച്ചൊന്ന് വെതറിയിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു മൂടിയിൽ ഒരു ഹോളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോവില്ല. ഇനി നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ ചെറിയ ഹോളുകളൊക്കെ ഉള്ളതാണെങ്കിൽ ആദ്യം നമ്മളൊരു അലുമിനിയം ഫോയിലൊന്ന് വിരിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അലുമിനിയം ഫോയിൽ നിന്നങ്ങ് ചുരുട്ടി അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു രീതിക്ക് ഒട്ടും തന്നെ ആവി പോകാത്ത രീതിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു പഴയ പാന് അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. നല്ല ചൂടായിട്ട് എടുക്കുന്ന ഈ ഒരു പാനിലേക്ക് നമ്മുടെ ഒരു ബിരിയാണി പാത്രം ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റാണ് നമ്മളിത് ദം ചെയ്യേണ്ടത്. ദം ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ആവി നന്നായിട്ട് കയറി വരണം. ഇതുപോലെ ഗ്ലാസ് ടൈപ്പ് പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആവി നന്നായിട്ട് കയറിയിട്ട് ആ ഒരു വെള്ളത്തുള്ളികൾ പോലെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. മുകളിലേക്ക് ആവി നന്നായി കയറി വന്നാൽ മാത്രമേ നമ്മുടെ ഒരു ദം ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ആവി കയറി വരണം കേട്ടോ. ആ ഒരു സമയം വരെ നമ്മളിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ എനിക്കിവിടെ നന്നായിട്ട് ആവി കയറി ഇത് ദമ്മായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്ന് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ആദ്യം ഈ ഒരു മുകളിലെ ഒരു ചോറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ആ ഒരു ചോറിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മസാല അടിയിൽ വെച്ചിട്ട് ചോറ് നമുക്ക് മുകളിൽ വെച്ചിട്ട് ആ ഒരു രീതിക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടൊക്കെ ചെമ്മീൻ ബിരിയാണി വെക്കുന്നവർക്ക് പോലും അളവുകളെല്ലാം നമ്മൾ കറക്റ്റ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.